ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിലെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പോൾ നമുക്ക് 2-3 ദിവസത്തേക്ക് നോക്കുകയാണെങ്കിൽ എക്സ്പയറി ഡേയ്സിൻ്റെ കളിയോട് കളിയാണല്ലേ. കാരണം ഫിൻ നിഫ്റ്റി കിടപ്പുണ്ട്, നിഫ്റ്റി ഉണ്ട്, ബാങ്ക് നിഫ്റ്റി ഉണ്ട്. സോ ഈ ഒരു എക്സ്പയറി ഡേയ്സിൽ എങ്ങനെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാൻ പോകുന്നത്. അത് പറയുന്നതിന് മുന്നേ ഇന്നലെ നമ്മൾ ഒരു പുതിയ സ്ട്രാറ്റജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ എക്സ്പയറി ഡേയ്സിൽ മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ കാര്യങ്ങൾ ഇന്ന് ഇന്നത്തെ മാർക്കറ്റിൽ എത്രത്തോളം ട്രേഡ്സ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കറക്റ്റായിട്ട് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതിനുശേഷം മറ്റ് ദിവസങ്ങളിലേക്ക് ഇനി എക്സ്പയറി ഡേയ്സിലേക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യവും കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. കാരണം ഇത് പറയാനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ എക്സ്പയറി ഡേയ്സിലേക്ക് വരുമ്പോൾ സാധാ ദിവസങ്ങൾ നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്ന പോലെ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം എക്സ്പയറി ഡേയ്സിൽ വലിയ മൂവ് ഉണ്ടാകുന്നത് അത് ക്യാച്ച് ചെയ്യാനായിട്ട് പഠിച്ചാലേ കാര്യമുള്ളൂ. കാരണം അവിടെ മൊമെൻറ്റമാണ് വേണ്ടത്. എക്സ്പയറി ഡേയ്സിലേക്ക് വരുമ്പോൾ മൊമെൻറ്റമാണ് വേണ്ടത്. ചുമ്മാ ഒരു ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, സൈഡ് വേസിലേക്കൊക്കെ ആണെങ്കിൽ ഡീക്കെ സംഭവിച്ചാൽ ലോസിലേക്ക് കയറാനുള്ള സാധ്യതയൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേ നമ്മൾ ലൈവിൽ ഇരുന്നപ്പോൾ തന്നെ ആണെങ്കിലും എക്സ്പയറി ഡേയ്സിൽ എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യണമെന്നറിയാതെ വലിയ വലിയ ലോസിലേക്ക് പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതി കറക്റ്റായിട്ട് പറയുന്നത്. എക്സ്പയറി ഡേയ്സിലേക്ക് വരുമ്പോൾ മൊമെൻറ്റം എന്നുള്ള കാര്യത്തിലേക്ക് കറക്റ്റായിട്ട് നോക്കണം. അത് മോർണിംഗ് ടൈമിലേക്കാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെയും റൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡീക്കെ ഒക്കെ സംഭവിച്ച് ലോസിലേക്ക് ചുമ്മാ ലോസിലേക്ക് കയറിയെന്ന് വരും. അതുകൊണ്ടാണ് ഇത് പിന്നെ എടുത്ത് പറയുന്നത് കേട്ടോ. ഇന്നത്തെ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇന്നലെ ലൈവിൽ ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും ഇന്നലെ ഇട്ട സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതിനെപ്പറ്റി തന്നെ കറക്റ്റായിട്ട് വർക്കാവുന്ന എനിക്ക് മനസ്സിലാവുന്നില്ലേ. നോക്കി, ഒരു ഇമ്പൾസീവ് മൂവ് നമുക്ക് കാണുന്നുണ്ട്. ഒരു ഇമ്പൾസീവ് മൂവ് കിട്ടി, അഗൈൻ ഒരു കറക്ഷൻ, ഒരു റേഞ്ച് ഉണ്ടാക്കി, അതേ ബ്രേക്ക് ഔട്ട്, മൊമെൻറ്റം വന്നത് മനസ്സിലാവുന്നില്ല. എവിടെ നിന്നാണ് ഹ്യൂജ് മൊമെൻറ്റം വന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഒരു ഇമ്പൾസീവ് മൂവ് എങ്ങനെയാണ്, കറക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ആ ഒരു പോയിൻ്റ് എടുത്തില്ലെങ്കിലും ഇവിടെ നമുക്ക് അതേ കാര്യങ്ങൾ തന്നെ കാണാൻ പറ്റുന്നില്ലേ. കാരണം ഒരു ഇമ്പൾസീവ് മൂവ് കിട്ടി, അതേ രീതിയിലൊരു കറക്ഷൻ. ഇത് അത്രത്തോളം നല്ല കറക്ഷൻ അല്ല, എന്നാലും ഈ ഒരു പോയിന്റിൽ നിന്നാണെങ്കിലും ഒരു മൊമെൻറ്റം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ ഇവിടെ നിന്നാണെങ്കിലും ഒരു ഇമ്പൾസീവ് മൂവ് ഉണ്ട്, കറക്ഷൻ ഉണ്ട്. മെയിനായിട്ടുള്ള പോയിൻ്റാണ് ബ്രേക്ക് ഔട്ട്, നല്ലൊരു മൊമെൻറ്റും. ആ സിംഗിൾ ക്യാൻഡിൽ നോക്കി എത്രത്തോളം മൂവ് ചെയ്തേക്കുന്നത് മനസ്സിലാവുന്നില്ല. ഒരു ഇമ്പൾസീവ് മൂവ് ഇവിടെ ഉണ്ട്, അതിൻ്റെ കറക്ഷൻ ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേ കാര്യം നിഫ്റ്റിയിലേക്ക് നോക്കിയാലും മതി. നിഫ്റ്റിയിൽ നമ്മുടെ ഈ ഒരു പോയിന്റ് തന്നെ കറക്റ്റായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന. കാരണം ഇത് എടുത്ത് പറയാൻ എന്താണെന്നറിയോ, ഇങ്ങനത്തെ ബ്രേക്ക് ഔട്ടുകളായിരുന്നു മാർക്കറ്റിൽ കൂടുതലായിട്ടും വർക്കാവുന്നത്. കാരണം ഇങ്ങനത്തെ ഈ ഒരു 2 പോയിന്റ് നോക്കി, നമുക്ക് ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ടും ഉണ്ട്, ഇവിടുന്ന് ഒരു ട്രെൻഡിനനുസരിച്ചുള്ള ഒരു ബ്രേക്ക് ഔട്ടും ഉണ്ട്, അതേ രീതിയിൽ ഇവിടെ ഒരു റേഞ്ചിൽ ഒരു ബ്രേക്ക് ഔട്ടും ഉണ്ട്. ഞാൻ ഇന്ന് ലൈവിൽ ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ട്രെൻഡിൻ്റെ കണ്ടിന്യൂവേഷൻ കാണാൻ സാധ്യതയുണ്ട്. ഇതേ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഒരു ട്രാപ്പ് ആവാനാണ് സാധ്യത എന്ന് കറക്റ്റായിട്ട് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഏകദേശം ഈ ഒരു പോയിൻ്റൊക്കെ എത്തിയപ്പോൾ ലൈവ് നിർത്തിയിട്ട് പോയെന്ന് തോന്നുന്നു. അതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. കറക്റ്റായിട്ട് ഏകദേശം ഒരു ടൈം ആയപ്പോൾ നിർത്തിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇത് ഏകദേശം ഒരു റേഞ്ച് എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇവിടെ പോയിട്ട് ബ്രേക്ക് ഔട്ട് എന്ന രീതി അത്ര ഓക്കെ അല്ല, ഒരു ട്രാപ്പിനുള്ള സാധ്യതയാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി അത്രത്തോളം ഇച്ചിരി കൂടെ കുറച്ചും കൂടെ ബുള്ളിഷിലായിരുന്നു. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ അത്രത്തോളം ഓക്കെ അല്ല. മനസ്സിലാവുന്നില്ലേ? ഇനി അതേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഐഡിയ കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ ഒരു പോയിന്റിലേക്ക് നോക്കി, ഡൗൺ സൈഡിലേക്ക് ഇതും ഒരു ഈക്വൽ ലോസ് തന്നെയായിട്ട് നിന്നതാണ്. കാരണം ഒരു എന്താ പറയുക, ഒരു സൈഡ് വേസ് ആ ഒരു രീതിയിൽ നിന്നത് അപ്പോഴും ട്രാപ്പ് ആവാനാണ് സാധ്യത. ഇവിടുത്തെ ബ്രേക്ക് ഔട്ടുകൾ അത്രത്തോളം എപ്പോഴും വർക്ക് ചെയ്യുന്ന കാണുന്നില്ല. അതേപോലെ തന്നെയാണ് അപ്പ് സൈഡിലേക്ക് നോക്കിയാലും. പക്ഷേ അതേ കാര്യം ഒരു ട്രെൻഡ് കിട്ടിയിട്ട് അതിന് ശേഷമുള്ള ഒരു ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ അത് മാർക്കറ്റിൽ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ, അതേപോലെ തന്നെ നല്ല മൂവ്മെൻറ്റോ നമുക്ക് കാണാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫിൻ നിഫ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാലും ഒരു ട്രെൻഡ് കാണുന്നുണ്ട്, അതിനുശേഷം നെക്സ്റ്റ് ഒരു ബിൽഡപ്പിലാണ് നമ്മൾ പോയി ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ഒരു സൈഡ് വേസിൽ പോയി നിന്നതിന് ശേഷം ഒരു ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും ട്രാപ്പ് ആകാനുള്ള സാധ്യതയായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ ട്രെൻഡ് ലൈൻ ട്രാപ്പ് ആണെങ്കിൽ ഒരുപാട് ട്രാപ്പുകളെ പറ്റി നമ്മൾ ലൈവിൽ തന്നെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഇതൊരു ട്രെൻഡ് ലൈൻ ട്രാപ്പ് തന്നെയായിരുന്നില്ലേ, ഒരു ട്രെൻഡ് ലൈൻ ആയിരുന്നു. അതേ കാര്യം ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ കിട്ടി. നമ്മൾ ഈ ഒരു പോയിന്റിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്സൈഡിലേക്ക് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന ലെവല്. അതേ കാര്യങ്ങൾ തന്നെയല്ലേ ഇത് എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊന്നൊരു ട്രെൻഡ് കൺഫേം ആണ്. ട്രെൻഡിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒരു സൈഡ് വേസ് റേഞ്ച് ബ്രേക്ക് ഔട്ട് അത് വർക്കാവും,
പക്ഷേ അത് അതിനേക്കാളും കുറച്ചുകൂടെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതി ഇത് തന്നെയായിരിക്കും. ഒരു ട്രെൻഡിൻ്റെ നെക്സ്റ്റ് കണ്ടിന്യൂവേഷൻ, അതിൽ മൊമെൻറ്റം ക്യാച്ച് ചെയ്യുന്നുള്ള കാര്യം കറക്റ്റായിട്ട് നോക്കുക. ഇനിയിപ്പോൾ നാളെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റീൻ്റെ എക്സ്പയറി ഉണ്ട്, അതുപോലെ തന്നെ മറ്റന്നാൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഉണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നിഫ്റ്റീൻ്റെ എക്സ്പയറി വരുന്നുണ്ട്. എക്സ്പയറി ഡേയ്സിൽ ഈ ഒരു രീതിയിൽ മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുക. കാരണം അങ്ങനെ നോക്കിയാലേ കാര്യമുള്ളൂ. ചെറിയൊരു പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് അത് 1-2 ക്യാൻഡിൽ, മാക്സിമം 1-2 ക്യാൻഡിലാണെങ്കിലും കുഴപ്പമില്ല, അത് ക്യാച്ച് ചെയ്യാൻ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു തോന്നലിന് പുറത്തുള്ള ഒരുപാട് ട്രേഡുകൾ ഈ എക്സ്പയറീസ് വരുമ്പോൾ ഒഴിവാക്കുക. ചുമ്മാ കയറി റൈഡ് ചെയ്യാൻ ആ ഒരു രീതിയിലേക്ക് നോക്കാതെ എക്സ്പയറീസിൽ എങ്ങനെയാണോ ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടത് ആ ഒരു രീതിയിലേക്ക് മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഈ സ്ട്രാറ്റജിനെ പറ്റി മനസ്സിലാവാത്തവർ ആ വീഡിയോ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഏകദേശം ക്ലിയർ ആവും. പിന്നെ എന്തെങ്കിലും അതിനകത്ത് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിച്ചാൽ മതി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോരോ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. പിന്നെ നാളത്തേക്കുള്ള ലെവൽസും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ബുള്ളിഷിലാണ് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞില്ലേ, ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ബുള്ളിഷിലാണ് കയറുന്നത്. അപ്പോൾ ഒരു ദിവസം ഒരു സെല്ല് വന്നു എന്ന് ഓർത്തിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ പിന്നെയും പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ല. ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണെങ്കിൽ അത്രത്തോളം അഗ്രസീവ് ആവണമെന്നില്ലാതെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ബുള്ളിഷാണ്. ഓരോരോ പോയിന്റ് ചെറിയൊരു സെല്ലിങ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ട്രാപ്പാക്കിയിട്ട് വീണ്ടും അപ്പ് സൈഡിലേക്ക് തന്നെയാണ് പുഷ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ചാർട്ടിലേക്ക് നോക്കിയാലും കാണാൻ പറ്റുന്നില്ലേ, ഇന്നലെ നല്ലൊരു സെല്ലിങ് വന്നു, അതിന് ശേഷം ഇന്ന് കറക്റ്റായിട്ട് അതിനെ കറക്റ്റ് ചെയ്ത് അപ്പ് സൈഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇത് വീണ്ടും ഓൾ ടൈം ഹൈ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് 2 പോയിന്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു പോയിന്റിലേക്ക് നോക്കി ഡൗൺ സൈഡിലേക്ക് അത്രത്തോളം അഗ്രസീവ് ആവണമെന്നില്ല, അപ്പ് സൈഡിലേക്ക് തന്നെ പുഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാലും നാളത്തെ ദിവസം ചെറിയൊരു കറക്ഷൻ, ഒരു റേഞ്ചിലേക്ക് കയറാനുള്ള ചെറിയൊരു സാധ്യതയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ആ ഒരു രീതിയിലേക്കുള്ള ട്രേഡിന് പ്ലാൻ ചെയ്യുക. മെയിനായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഓൾ ടൈം ഹൈ ഈ ഒരു ലെവലിൽ തന്നെ എടുക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം നോക്കുവാണെങ്കിലും നല്ലൊരു സെല്ലിങ് വന്ന ഒരു പോയിൻ്റ് ആയിരുന്നു. ആ പോയിന്റ് തന്നെ എത്തിയിട്ട് കുറച്ച് നേരം നിന്നതിന് ശേഷം ഒരു ബ്രേക്ക് കിട്ടി അഗൈൻ ആ ഒരു പോയിന്റ് തന്നെയാണ് നിൽക്കുന്നത്. നാളെ ഈ ഒരു പോയിന്റിനുള്ളിൽ ആ മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ട്രേഡുകളൊന്നും പ്ലാൻ ചെയ്യാതിരിക്കുക. കാരണം ചിലപ്പോൾ ഒന്ന് ട്രാപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ ഈ ഒരു പോയിന്റിന് മുകളിലോട്ടോ അല്ലെങ്കിൽ ഇതിന് താഴേക്കോ നല്ലൊരു ഇത് കിട്ടുന്നതിന് മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. മെയിനായിട്ട് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡൗൺ സൈഡിലേക്കാണെങ്കിലും ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. മാർക്കറ്റ് ഏകദേശം ഈ ഒരു റേഞ്ചിൽ നിൽക്കാനുള്ളൊരു സാധ്യതയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതിനോടുള്ള സേഫായിട്ടുള്ള ട്രേഡ്സിന് മാത്രം പ്ലാൻ ചെയ്യുക. അഗ്രസീവായിട്ട് ട്രേഡ്സിനൊന്നും പ്ലാൻ ചെയ്യാതെയും ഇരിക്കുക. പിന്നെ നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് നേരെ നോക്കുകയാണെങ്കിലും നാളത്തേക്ക് ജസ്റ്റ് ഒന്ന് ടൈം ഫ്രെയിം ഒന്ന് വരട്ടെ. മെയിനായിട്ടുള്ളൊരു പോയിന്റ് നമുക്കിവിടെ ഉണ്ട്. കാരണം ഈ ഒരു പോയിന്റ് കേട്ടോ, കാരണം പ്രീവിയസ്ലി റെസിസ്റ്റൻസ് ആയിട്ടും അതേപോലെ തന്നെ സപ്പോർട്ടായിട്ടും നിന്നൊരു പോയിൻ്റാണ്. ഇവിടെ നോക്കിയേ, റെസിസ്റ്റൻസ് ആയിട്ട് ഇന്ന് ഏകദേശം ആ ഒരു പോയിൻ്റ് എടുത്ത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിന്നിട്ടുണ്ട്. ആ ഒരു പോയിൻ്റിൻ്റെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ഏകദേശം 52,700 ആ ഒരു പോയിൻ്റ് തന്നെ എടുത്തോ. സോൺ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാവാനായിട്ട് സോൺ മാർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും മാർക്ക് ചെയ്തിടുന്നത്. അതേപോലെ തന്നെ ഒരു അപ്സൈഡിലേക്കാണെങ്കിലും ഏകദേശം 53,40 ആ ഒരു പോയിൻ്റ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വായിച്ച് ചെയ്താൽ മതി. അവിടേക്കും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ്, നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഇവിടെ നിന്ന് ട്രാപ്പാക്കി ഡൗൺ സൈഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്നാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ അഗ്രസീവ് ആവാൻ പാടില്ല. കുറച്ച് നേരം നിന്നതിന് ശേഷം നല്ലൊരു ബ്രേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അപ്പ് സൈഡിലേക്ക് പ്ലാൻ ചെയ്താൽ മതി. ഡൗൺ സൈഡിലേക്കാണെങ്കിലും ഈ ഒരു പോയിൻ്റാണ് കേട്ടോ. ഏകദേശം 52,000 ആ ഒരു പോയിൻ്റ് തന്നെ ഒന്ന് വാച്ച് ചെയ്താൽ മതി. മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് തന്നെയാണ്. പ്രീവിയസ്ലി ഈ ഒരു പോയിന്റിലേക്ക് നോക്കിയാലും നല്ലൊരു സെല്ലിംഗ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ ഈ ഒരു 3 പോയിന്റ് നോക്കുക. പിന്നെ നാളെ ഫിൻനിഫ്റ്റിയിലാണ് എക്സ്പയറി വരുന്നത് എന്നുണ്ടെങ്കിൽ സേഫായിട്ടുള്ള എൻട്രീസ് മാത്രം പ്ലാൻ ചെയ്താൽ മതി. ഒരു ട്രെൻഡ് കിട്ടിയതിന് ശേഷമുള്ള ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ക്യാച്ച് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് പഠിക്കുക. ഒരു ട്രെൻഡ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമുള്ള മൊമെൻറ്റും ക്യാച്ച് ചെയ്യാൻ നോക്കുക. ഒരു റേഞ്ചിലെ ബ്രേക്ക് ഔട്ട് എന്ന രീതിയിൽ എപ്പോഴും പോയി പ്ലാൻ ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം റേഞ്ച് ബ്രേക്ക് ഔട്ട് എപ്പോഴും ട്രാപ്പ് ആകാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നാളെ ലൈവ് ഉണ്ടാവും. പറ്റുന്നവർ അതിനകത്ത് ലൈവിൽ നോക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഇപ്പോൾ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 1-2 ട്രേഡിലൊക്കെ മാക്സിമം നിർത്താനും നോക്കുക. കാരണം എക്സ്പയറിയൊക്കെ വരുമ്പോൾ നിങ്ങൾ ഓവർ അഗ്രസീവ് ആയി കഴിഞ്ഞു. ഇപ്പോൾ നല്ല മൂവ്മെൻറ്റും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഓവർ അഗ്രസീവ് ആയി നിന്ന് കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ടൊക്കെ ക്യാപിറ്റലിൻ്റെ ഏകദേശം ഭൂരിഭാഗം നഷ്ടപ്പെട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഓരോരോ പോയിന്റിലും ഇപ്പോൾ ഇത് കാര്യങ്ങൾ നോക്കി വലിയ വലിയ മൂവുകൾ കാണുമ്പോൾ അത് ക്യാച്ച് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അതിന് കറക്റ്റായിട്ടൊരു റൂളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം മാത്രം
ട്രേഡ് പ്ലാൻ ചെയ്യുക. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ ലൈവിൽ വെച്ച് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.